ഇനി 4 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. NDA സ്ഥാനാർത്ഥികളായി സന്ദീപ് വാചസ്പതി കൊല്ലത്ത് നിന്ന് മത്സരിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ സ്ഥിരമായി ചർച്ചകളിൽ പങ്കെടുക്കുന്നു. മുൻ മാധ്യമപ്രവർത്തകനാണ് സന്ദീപ് വാചസ്പതി. മേജർ രവി, സംവിധായകനും നടനുമൊക്കെയായ മേജർ രവി എറണാകുളത്ത് സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനാകുന്നത്. ആലത്തൂരിൽ രേണു സുരേഷ് എന്ന പേരാണ് കേൾക്കുന്നത്. വയനാട്ടിൽ AP അബ്ദുള്ള കുട്ടിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള സ്ഥാനാർത്ഥിയായി വരുന്നത്. AP അബ്ദുള്ള കുട്ടിയാണെന്നുള്ള കാര്യമാണ്. ഇതിലൊരു പ്രഖ്യാപനമാണ് ഇനി ബാക്കിയുള്ളത്. ഈ 4 പേരുകൾ ഇതിനകം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ കേരളത്തിലെ ഈ 4 മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തും. ഇന്ന് തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും ഉണ്ടാകും. VS രഞ്ജിത്താണ് വിവരങ്ങളുമായി ഉള്ളത്. രഞ്ജിത്ത്, ഇപ്പോൾ ഈ 4 പേരുകൾ നമുക്ക് ഇനി ഉറപ്പിക്കാം അല്ലേ? ഈ 4 പേരുകളുടെ പ്രഖ്യാപനം എപ്പോൾ പ്രതീക്ഷിക്കാം? സ്മൃതി, അന്തിമ പട്ടികയിൽ ഈ 4 പേരുകളാണ് എന്നാണ് നേതൃത്വത്തിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൊല്ലത്തും ആലത്തൂരും എറണാകുളത്തും വയനാട്ടിലുമൊക്കെ പല പേരുകൾ ഇതുവരെ ചർച്ചയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഒരു ഫൈനൽ ലിസ്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ പട്ടിക കൊടുക്കുന്നത്. അതിൽ കൊല്ലത്ത് ഒരു സന്ദീപ് വാചസ്പതിയാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം കുമ്മനം രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷനായ ഘട്ടത്തിലാണ് BJPയുടെ പ്രവർത്തന രംഗത്ത് ഏകോപിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എത്തുന്നത്. അതിനുശേഷം അദ്ദേഹം BJPയുടെ വക്താവായിട്ട് മാറി. ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ BJPയുടെ മുഖമായി മാറുന്നു. BJPക്ക് വേണ്ടി ശക്തിയുക്തം വാദിക്കുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം വളരെ പോപ്പുലറാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൊല്ലം ജില്ലയിൽ നിന്ന്, കൊല്ലം മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരാണ് ഏറ്റവും ഒടുവിൽ ഉയർന്നു കേൾക്കുന്നത്. കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ്റെ പേരുണ്ടായിരുന്നു. മേജർ രവിയെ കൊല്ലത്ത് നിർത്തിയാൽ എന്ത് എന്ന് ആലോചിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഗോപകുമാറിൻ്റെ പേരും ഉയർന്നു കേട്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സന്ദീപ് വാചസ്പതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊല്ലത്ത് നായർ സ്ഥാനാർത്ഥി വേണമോ, ഈഴവ സ്ഥാനാർത്ഥി വേണമോ, സമുദായ സമവാക്യങ്ങൾ എങ്ങനെ എന്ന കാര്യത്തിലൊക്കെ വലിയ ചർച്ചകൾക്ക് ശേഷമാണ് സന്ദീപ് വാചസ്പതിയുടെ പേരിലേക്ക് എത്തുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങളും അതിൽ പരിഗണിച്ചിട്ടുണ്ട്. PK കൃഷ്ണദാസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ് സന്ദീപ് വാചസ്പതി. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ അവിടെ TP സിന്ധുമോൾ ഉൾപ്പെടെ വനിതാ നേതാക്കന്മാരുടെ പേരുകൾ പരിഗണിച്ചിരുന്ന മണ്ഡലത്തിലാണ് ഇപ്പോൾ മേജർ രവിയിലേക്ക് എത്തുന്നത്. മേജർ രവിയോട് കൊല്ലത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് നേതൃത്വം ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന് താല്പര്യം എറണാകുളത്താണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പേര് എറണാകുളത്ത് അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആലത്തൂർ മണ്ഡലം ഒരു SC റിസർവേഷൻ മണ്ഡലമാണ്. അവിടെ നേരത്തെയൊക്കെ മത്സരിച്ച ഷാജുമോൻ വട്ടേക്കാടിൻ്റെ പേരുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ അവിടെ BDJS ആണ് മത്സരിച്ചത്. ഇത്തവണ ആ മണ്ഡലം BJP തിരിച്ചുപിടിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷിൻ്റെ പേരാണ് അവിടെ ഉയർന്നു കേൾക്കുന്നത്. രേണു സുരേഷ് മത്സരിക്കും എന്നറിയുന്നു. ഇതോടെ BJP NDA സ്ഥാനാർത്ഥി പട്ടികയിൽ 4 വനിതകളായി എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ ശോഭാ സുരേന്ദ്രനും കാസർഗോഡ് ML അശ്വനിയും അതുപോലെ ഇടുക്കിയിൽ സംഗീത വിശ്വനാഥും ഉണ്ടായിരുന്നു. ഇപ്പോൾ 4ാമത്തെ പേരായി രേണു സുരേഷിൻ്റെ പേര് കൂടി ഉയർന്നു കേൾക്കുന്നു. അതോടൊപ്പം തന്നെ AP അബ്ദുള്ള കുട്ടിയാണ് വയനാട്ടിലുണ്ടായിരുന്നത്. വയനാട്ടിൽ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണി, മറ്റൊരു ദേശീയ സെക്രട്ടറിയായ ശ്യാംരാജ്, ഇത്തരത്തിൽ പല പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. സന്ദീപ് വാര്യരുടെ പേരും വയനാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് AP അബ്ദുള്ള കുട്ടി, ദേശീയ ഉപാധ്യക്ഷനായിട്ടുള്ള AP അബ്ദുള്ള കുട്ടി തന്നെ വയനാട്ടിൽ മത്സരിക്കുമെന്നാണ്. ഏതായാലും രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ BJPയുടെ ദേശീയ നേതാവിനെ തന്നെ ഇറക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മാത്രമല്ല BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിലെ 2ാമത്തെ മുസ്ലിം പേരായി അബ്ദുള്ള കുട്ടിയുടെ പേര് കേൾക്കുകയും ചെയ്യും. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.